ചാനല് നാളെ മോണിയായ ചാനലാ. ആണോ? അയ്യോ ആണോ? ഞാൻ മോണിയ അശ്വതി ആരോടും ചാനലെല്ലാം പറയാതെ പോവാറ്. വിളിച്ചു വെച്ചേക്കും. മോണിയ ഏ ചാനലെല്ലാം ഞാൻ പോവാറുണ്ട്. അശ്വതിയുടെ മോണിയായ ചാനല. കഴിഞ്ഞ ദിവസം ഉം. രാത്രി അശ്വതി ലൈവ് ഇട്ടായിരുന്നു, February 14. ഞാൻ February 14 ലൈവ് ഇട്ട്. അനൗൺസ്മെന്റ്. ഇങ്ങോട്ട് അറിഞ്ഞ നിങ്ങൾ എവിടെയായിരുന്നു അന്നേരം? അത് നീ പ്രൈവറ്റ് ആക്കി വെച്ച് കാണും ആ ലൈവ്. ഞാൻ പ്രൈവറ്റ് ഒന്നും ആക്കിയില്ല. അതിലാണോ മഴച്ചേട്ടൻ വന്നേ? ഉം. ആ ബെസ്റ്റ് ആളിനെ വിളിച്ചു വരുത്തിയത്, ഒരു കോഴിയെ വിളിച്ച് ലൈവിലിട്ട്. പാവം മഴിച്ചിട്ട് എനിക്ക് അന്ന് വന്ന് ഫുൾ പാട്ട് പാടി തന്ന് 40 മിനിറ്റ് 45 മിനിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഫുൾ പാട്ട്. അശ്വതി കേട്ടോ, ഇപ്പൊ ന്യൂസിലൻഡ് വരെ ആയി ഇവിടുത്തെ. ഇന്നലെ ഞാൻ നോക്കിയപ്പം ഇറ്റലിയിൽ ഇരിക്കുന്നു ഫോറിയുവിന്റെ ലൈവില്. എന്നിട്ട് അവിടെ നിന്ന് അലീസിയായിട്ട് ഇവിടുന്നാണെങ്കിൽ ഇറ്റാലിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് അടിച്ചോണ്ട്, ഞാനിവിടെ വലിയ കാര്യമായിട്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം, അവിടെ നിന്ന് ഇറ്റാലിയൻ ഭാഷ ടൈപ്പ് വലിയ കാര്യമായിട്ട് ഇടുന്നത്. മൊത്തം അലീസിയോട് മാത്രം, അലീസിയ മാത്രം, പേര് അത് മാത്രം അതിൽ വരുന്നോണ്ട് കുഴപ്പമില്ല. അല്ല, മഴച്ചേട്ടനാണെങ്കിൽ അലീസിയ എഫോർട്ട് എടുത്താണ് അറിയോ? ലൈവിൽ പോണത്. കോഴി അല്ലല്ല, അറിയോ അലീസിയ പറഞ്ഞു സത്യം. ഇന്നലെ ഞാൻ നോക്കിയപ്പോ രാത്രി 12 മണിക്കെങ്ങാണ്ട് കുത്തിയിരുന്നിട്ട് അലീസിയോട് മുട്ട് കത്തി. ഫോറിയോടൊന്നും പറയുന്നില്ല. ഫോറിയോ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സംസാരിക്കണ്ട, ഫോറിയോടൊന്നും ഒന്നും പറയുന്നില്ല. ഫോറിയോനൊരു മെസ്സേജും ഇല്ല, ഒരു കമന്റും ഇല്ല, മൊത്തം അലീസിയക്ക്. അലീസിയാണെങ്കിൽ ഇത് വായിച്ചിട്ടൊന്നും തിരിച്ചു പറയുന്ന മനുഷ്യൻ അറിയത്തുമില്ല. അത് അവിടുത്തെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. എന്താ പറയുന്നത് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, വൺവേയാ. ഇല്ല, മൂലമറ്റത്ത് കറണ്ട് കൊടുക്കുന്ന അവസ്ഥയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക, ഇങ്ങോട്ടില്ല. അതല്ല, അലീസിയക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് മഴച്ചേട്ടനാ. ആദ്യം ആണാണ്. സുബുവിന് ഇവിടുന്ന് ബ്ലൂ എടുക്കണേ, സുബുവിന് മറ്റേ സുബൂസ് എന്നുള്ളതിന് ബ്ലൂ എടുക്കണേ. എന്റെ ആ പൊന്ന് അനുപ്രോ, ഞാൻ ആദ്യം ബ്ലൂ ഇട്ടിരുന്നു. അന്നേരം ഇയാള് വന്നിട്ട് പറഞ്ഞു ബ്ലൂ മാറ്റാൻ പറഞ്ഞു. കുഞ്ഞു ബ്ലൂ അതല്ല, കൊടുത്താൽ സുബൂസ് മതി. എന്നുള്ള ഈ ചാനലിന് ബ്ലൂ എടുക്കണം കേട്ടോ, മറ്റേ ഐഡിക്ക് ബ്ലൂ മാറ്റണം, ചാനലിന് ബ്ലൂ ഇട്ട് വെക്കണം. മൗനമേ നിറയും എന്റെ പൊന്ന് വിക്കു, എനിക്കറിയാവുന്ന പാട്ടിട. വെൽക്കം ടു ദ ലൈവ്. മുത്തല്ല അറിയാവുന്ന പാട്ടിട. ഡിക്കോജ് മൊത്തം കവിതയാ. അതല്ലെങ്കിൽ ഞാൻ കുറച്ചാൾ വേണേ കേട്ട് അത് കഴിയുമ്പോൾ വായിച്ചു കുറച്ച് തരാം. ശ്ലോകമായിട്ട് വരും. മൗനമേ നിറയും മൗനത്തിലെ പോകും കാറ്റിനിവിടെ വിരിയും മലരിൻ കുളിരായി നിറവായി ഒഴുകും ദുഃഖമെന്നും നിന്നെ തേടി വരുമൻ മൗനമേ നീ മൗനമേ. ഹൃദയം കൊണ്ടിടുന്ന കവിത പ്രണയാമൃതം, അതിന്റെ ഭാഷാർത്ഥം അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റു വരുത്താതിരുന്നാൽ മഹാകാവ്യം. ദാമ്പത്യം ഒരു മഹാകാവ്യം. ഹൃദയം. പിന്നെ ആദ്യം തൊട്ട് ഹൃദയം എന്നുള്ള കാര്യം. കൊണ്ടിരുന്ന കവിത, അതാ പാട്ട്. പ്രണയാമൃതം അതിൻ ഭാഷ, ആ പാട്ടാണത്. നീ അത് പാട്ടാണത്. അത് കുത്തിയത് വായിച്ചു കൊടുത്ത് ഇതൊക്കെ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇത് ബാലരമ വായിക്കുവാണോ? ഇത് ബാലരമയല്ല, ബോബനും മോളി. എടാ വിക്കു, ഞാൻ നീ നീ എഴുതിയതെ മാനിച്ച് ഞാൻ വായിച്ചു തന്നതാ. എനിക്ക് ചെവി ഇതാവുന്നു. സത്യത്തിൽ എഴുതുന്നാണോ? എങ്ങനെ ജയിച്ചു? അതാ എങ്ങനെ ജയിച്ചു? ഏ അവിടെ കോപ്പി അടിക്കാൻ പറ്റുമായിരുന്നോ? എന്റെ കോപ്പിടിയില്ല. അന്നത്തെ ജയിച്ചു. ഇതില് മറ്റേ നമ്മളിലെ 10ാം ക്ലാസ്സിലെ പണ്ടത്തെ പോലാണോ? പണ്ട് 10ാം ക്ലാസ് എഴുതുമ്പോ അറിയാവോ എങ്ങനെയാന്ന്? പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അത് മുകളിലോട്ട് ഇടും. വലിയ പടം. അപ്പൊ ബെഞ്ച് വീഴുന്നത് റാങ്ക്, അതിന്റെ തൊട്ട് ഡെസ്ക് വീഴുന്ന റാങ്ക്, അതിന്റെ തൊട്ട് താഴെ ബെഞ്ച് വീഴുന്ന ഡിസ്റ്റിങ്ഷൻ, അതിന്റെ താഴെ കസേര വീഴുവാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, അതിന്റെ താഴെ വീഴുവാണെങ്കിൽ സെക്കൻഡ് ക്ലാസ്, പിന്നെ അവസാനം ഉണ്ടല്ലോ ഞാൻ 210. സുബുവിന് പാട്ട് പാടിത്തരാം കേട്ടാ, വെയിറ്റ്. ആ സുബുവിന് പാട്ട് പാടും, അന്നമ്മയുടെ പാട്ടെല്ലാം പാട്ട്. ഉണ്ട്, ഇപ്പൊ പഠിത്തം. ഞാൻ തരണോ? നീ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ കുറച്ച് ലിറിക്സ് ഇട്ട് തരാം. പാട്ട് ഇങ്ങനെയും പാടാമോ അന്നമ്മേ? ശ്രദ്ധ വെച്ചോ, പാട്ട് ഇങ്ങനെ പാടാം. ഇനിയിപ്പൊ അന്നമ്മ പാടുന്നതാണ് പാട്ട്. ഞാൻ പാടട്ടെ.